ഇനി ഞാൻ വന്നിരിക്കുന്നത് ദോശയുടെ കൂടെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്തെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കി വരാം. ചട്നി തയ്യാറാക്കാനായിട്ട് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണ് കടലപ്പരിപ്പ് ചേർക്കാം. ഇനിയും വേണ്ടത് 1 ടീസ്പൂണ് ഉഴുന്നുപരിപ്പാണ്. ഇനി ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കാം. പിന്നെ 8 വെളുത്തുള്ളിയുടെ അല്ലി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. 8 ഉണക്കമുളകാണ് ഞാൻ ചേർക്കുന്നത്. മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് വാടി വെന്ത് വരട്ടെ. ഒരുപാട് ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണ്ട. ഈ ഉള്ളി ഒന്ന് വെന്ത് വന്നാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി തക്കാളി അരിഞ്ഞത് ചേർക്കാം. ഇത് 2 തക്കാളി അരിഞ്ഞെടുത്തതാണ്. ഇനി ഈ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം. അപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ചട്നിയാണ്. നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് കാണാം.